PM ശ്രീയിൽ ധാരണയ്ക്ക് ശേഷം ഇന്നലെ വി ശിവൻകുട്ടി നടത്തിയ ചില പ്രസ്താവനകൾ അത് അദ്ദേഹത്തിന് നേരിട്ട ചില അപമാനിക്കപ്പെട്ടു എന്ന തോന്നലിൽ നിന്നുണ്ടായതാണ്. അത് വീണ്ടും പൊട്ടിത്തെറിയിലേക്കൊക്കെ നയിക്കുമോ എന്ന് തോന്നിയിരുന്നു. പക്ഷേ ആ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാർ സുഹൃത്തുക്കളായിരിക്കുന്ന കാഴ്ചയാണ് PM ശ്രീയിൽ നമ്മൾ ഇന്ന് കണ്ടത്. അതിനോടൊപ്പം തന്നെ ഈ ഫണ്ട് മുടങ്ങാതിരിക്കാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ, തുടർന്നുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് PM ശ്രീയുമായി ബന്ധപ്പെട്ട്. അതിനോടൊപ്പം തന്നെ ഈ വാക്പോര് നിർത്തിക്കൊണ്ട് ധാരണാപത്രം മരവിപ്പിച്ചെങ്കിലും ഫണ്ട് വാങ്ങിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതിനൊപ്പം തന്നെ ചില അച്ചടക്ക നടപടികൾ കൂടി ഉണ്ടാകുന്നുണ്ട്. അത് നിർദ്ദേശങ്ങൾക്കപ്പുറത്തേക്ക് പോയ പ്രതിഷേധ സമരങ്ങളിലാണ് CPI യുവജന സംഘടനയ്ക്കെതിരെ, അതിലെ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാനുള്ള ഒരു നീക്കവും തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് എന്താണ് PM ശ്രീയിൽ ഇന്നത്തെ ഡെവലപ്മെന്റ്സ് എന്നത് വിശദമായി തന്നെ നോക്കാം. അപ്പോൾ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ വീണ്ടും സുഹൃത്തുക്കളായതെന്ന് നോക്കിയാൽ, ഇന്നലെ GR അനിൽ ഈ CPIയുടെ ആസ്ഥാനത്തേക്ക് ചർച്ചകൾക്കായി വി ശിവൻകുട്ടി എത്തിയപ്പോൾ അദ്ദേഹം നടത്തിയ പരാമർശം തന്നെ വേദനിപ്പിച്ചു എന്നതാണ് വി ശിവൻകുട്ടി ഇന്നലെ പറഞ്ഞത്. അത് ആരെങ്കിലും വന്നാൽ തടയാൻ പറ്റുമോ എന്നതായിരുന്നു GR അനിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞത്. അതിനോട് ഏതോ ഒരുത്തൻ വരുന്നു, അങ്ങനെ തടയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു, തന്നെ അപമാനിച്ചു എന്നതായിരുന്നു ഇന്നലെ വി ശിവൻകുട്ടി പറഞ്ഞ വികാരം. എങ്കിൽ ഇന്ന് ആ പ്രശ്ന പരിഹാരത്തിനായി മന്ത്രി GR അനിൽ നേരിട്ട് തന്നെ വി ശിവൻകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുന്നു, അദ്ദേഹത്തെ നേരിട്ട് കാണുന്നു. അതിനുശേഷം വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നു, പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിരിക്കുകയാണ്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഒരു പ്രശ്നങ്ങളുമില്ല, ഇനി മന്ത്രിസഭാ ഉപസമിതിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക എന്നതാണ് വി ശിവൻകുട്ടി പറഞ്ഞത്. അപ്പോൾ ചില അസ്വാരസ്യങ്ങൾ ഒരു പക്ഷേ അത് കൂടുതൽ കടുപ്പിക്കുമോ എന്ന് തോന്നിയെടുത്തു നിന്ന് പൂർണ്ണമായും പരിഹരിക്കുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ചില നീരസങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹം മിതത്വം പാലിച്ചു. വാർത്താസമ്മേളനത്തിൽ അതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ല. വി ശിവൻകുട്ടിയായിരുന്നു പിന്നീട് ഏറ്റവും അഫക്റ്റഡ് ആയിട്ടുള്ള വ്യക്തി. ഈ മന്ത്രിസഭയിൽ തന്നെ മികച്ച വകുപ്പ് എന്ന നിലയിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി. പക്ഷേ PM ശ്രീയിൽ എല്ലാം തകർന്നടിയുന്നതാണ് നമ്മൾ കണ്ടത്. കാവ്യവൽക്കരണം എന്നതിനെ കൂട്ടുപിടിക്കുന്നു, അതിനെ ന്യായീകരിക്കാൻ വരെ ഒരു ഘട്ടത്തിൽ വാർത്താസമ്മേളനത്തിൽ വി ശിവൻകുട്ടി തയ്യാറാകുന്നു. ഇതൊക്കെ വകുപ്പിന്റെ പ്രതിച്ഛായ നശിപ്പിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ചില GR അനിൽ ഉൾപ്പെടെയുള്ളവർ നടത്തിയ പ്രതികരണങ്ങൾ തന്നെ വ്യക്തിപരമായി കൂടി ബാധിക്കുന്നതാണ് എന്നൊരു തോന്നൽ വി ശിവൻകുട്ടിയിൽ ഉണ്ടാക്കിയിരുന്നു. അതാണ് ഇന്നലെ അദ്ദേഹം പരസ്യമായി ഒരു ധാരണ എത്തിയെങ്കിലും, പരസ്യ പ്രസ്താവനകൾ വേണ്ട എന്നുള്ള ധാരണ ഉണ്ടായിരുന്നുവെങ്കിലും അത് മറികടന്നുകൊണ്ട് ഒരു രോഷപ്രകടനം നടത്തുന്നതിലേക്ക് നയിച്ചത്. എന്തായാലും തുടർന്ന് CPIയിലെയോ CPMയിലെയോ നേതാക്കൾ ആരും തന്നെ അത്തരത്തിൽ പ്രതികരണങ്ങൾ ഒന്നും നടത്തിയില്ല. ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള ധാരണ തുടർന്നു പോവുകയാണ്. ഇന്ന് വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കേൾക്കാം. അന്ന് ഒലിച്ചു പോകുന്നതല്ല നമ്മളുണ്ടാക്കിയിട്ടുള്ള സമരഭാരം. ഏതായാലും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. GR അനിൽ ഒരു പറ്റിപ്പോയത് അബദ്ധമെന്ന് അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഇല്ല, അങ്ങനെ ഞങ്ങളൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളല്ലേ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ വിഷമം ഉണ്ടാകുമെങ്കിൽ അങ്ങോട്ട് ചോദിച്ചാൽ നമ്മൾ പറയില്ലേ, ചട്ടിയും കലമാകുമ്പോൾ തട്ടിമുട്ടിയെല്ലാം കിടക്കും, അതിന് വേറെ കാര്യമൊന്നും. അപ്പോൾ ഇതിൽ മറ്റൊരു അഫക്റ്റഡ് ആയിട്ടുള്ള വ്യക്തി MA ബേബി ആയിരുന്നു. MA ബേബി ഇന്ന് ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ സഹോദരന്മാരെ പോലെയാണ്, പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നതാണ് MA ബേബിയും പറയുന്നത്. ഇത് വളരെ പക്വമായിട്ടാണ് ഈ വിഷയം LDF കൈകാര്യം ചെയ്തതെന്നും MA ബേബി സൂചിപ്പിക്കുന്നു. കാരണം നമുക്കറിയാം, വലിയ വിവാദം മുന്നണിയെ ഒരു പിളർപ്പിലേക്ക് നയിക്കുമോ എന്ന് തോന്നിച്ച വിവാദമാണ്. CPMൽ പോലും വിശദമായി ചർച്ച നടന്നില്ല, LDFൽ ചർച്ച നടന്നില്ല, CPIയെ അറിയിച്ചില്ല. CPI എതിർപ്പുന്നയിക്കുന്നതിന് മുൻപ് തന്നെ ധാരണാപത്രത്തിൽ ഒപ്പിടാനുള്ള നടപടികൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോലും MA ബേബി ഇപ്പോൾ പറയുന്നു, ഇത് വളരെ പക്വതയോടുകൂടിയാണ് മുന്നണി ഈ വിഷയം കൈകാര്യം ചെയ്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. സഹോദരന്മാരെ പോലെയാണ് തങ്ങളെന്ന് പറയുന്നു. പിന്നീട് MA ബേബിക്കെതിരായ പരാമർശം, പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ളവരിൽ നിന്നുണ്ടായിട്ടുള്ള പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പറഞ്ഞത്, പ്രത്യേക സാഹചര്യത്തിൽ ചിലത് വായിൽ നിന്ന് വീണിട്ടുണ്ടാകാം, അതിന് ആ അർത്ഥമേ നൽകുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് MA ബേബിയും ആ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ പ്രശ്നം നേതാക്കൾക്കിടയിൽ നിന്നിട്ടുള്ള അസ്വാരസ്യങ്ങൾ, PM ശ്രീയുമായി ഉണ്ടായിട്ടുള്ള വാക്പോര്, അതിന് പൂർണ്ണമായും ഒരു വിരാമം ഇടുകയാണ് CPMും CPIയും ചെയ്തിരിക്കുന്നത്. പിന്നീട് PM ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ എന്താണ് എന്ന് നോക്കിയാൽ, അത്
ഈ പദ്ധതി മരവിപ്പിക്കുകയാണ് എന്നുള്ള കത്ത് ഉടൻ തന്നെ സംസ്ഥാനം കേന്ദ്രത്തിന് നൽകും. അത് തയ്യാറായിരിക്കുന്നു. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ കൂടി ഒരു അനുമതിയോടുകൂടിയായിരിക്കും കത്ത് കേന്ദ്രത്തിന് നൽകുക. പക്ഷേ കത്ത് കേന്ദ്രത്തിന് നൽകിയിട്ടില്ല എങ്കിൽ പോലും പദ്ധതി മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബുധനാഴ്ച ഈ പദ്ധതിയിൽ ഒപ്പിട്ടതിന്റെ ഭാഗമായി SSIയുടെ 319 കോടി നൽകാമെന്ന് ആദ്യ ഗഡുവായി നൽകാമെന്ന് കേന്ദ്രം ഏറ്റിരുന്നതാണ്. അത് ബുധനാഴ്ച ലഭിക്കുമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ ആ ഫണ്ട് ഇതുവരെ കേരളത്തിന് ലഭിച്ചിട്ടില്ല. അത് ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കാരണം ഔദ്യോഗികമായി കത്ത് ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും കേരളം പിന്മാറുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ഫണ്ട് പിടിച്ചു വച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത്. അതെങ്ങനെയും വാങ്ങിയെടുക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കത്ത് നൽകുക എന്നതാണ്. ഈ കത്ത് നൽകി ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു എന്നതല്ല, ഇത് മരവിപ്പിക്കുന്നു എന്നത് കേന്ദ്രത്തെ അറിയിക്കും. അപ്പോൾ പോലും ഞങ്ങൾക്ക് അനുകൂലമായി ലഭിക്കേണ്ട, ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഫണ്ട് വേണം എന്ന കാര്യത്തിൽ കേരളം അതിനുവേണ്ടി വാദിക്കും എന്ന സൂചനകൾ വരുന്നു. ഇത് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയെ കണ്ട് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിട്ടുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ധീരജ് സാഹു IASുമായാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. അദ്ദേഹം ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. യുണിസെഫ് നടത്തിയ യോഗത്തിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറിയുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തി തങ്ങളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ തടഞ്ഞുവെച്ചിരിക്കുന്ന SSK ഫണ്ട് നൽകാമെന്ന് കേന്ദ്രം ഉറപ്പു നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായ ഫണ്ട് നൽകണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫണ്ട് അനുവദിക്കണമെങ്കിൽ വീണ്ടും പ്രപ്പോസൽ സമർപ്പിക്കണം എന്ന ഒരു നിർദ്ദേശം അദ്ദേഹം നൽകിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന വിവരം. എന്തായാലും ആ ഫണ്ട് വാങ്ങിയെടുക്കാനുള്ള പ്രവർത്തനം കേരളം ഊർജിതമാക്കിയിട്ടുണ്ട്. ആ ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതിയിൽ ഒപ്പിടാൻ പോലും കേരളം തയ്യാറായത് എന്ന സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഇപ്പോഴും ആ ഫണ്ട് മേടിച്ചെടുക്കാനുള്ള നീക്കങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിൽ കേന്ദ്രത്തിന്റെ തീരുമാനം തന്നെയാകും നിർണായകമാവുക എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പദ്ധതി മരവിപ്പിക്കാനുള്ള സംസ്ഥാനത്തിന്റെ തീരുമാനം അറിഞ്ഞിട്ടില്ല എന്നതാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പറയുന്നത്. ധർമ്മേന്ദ്ര പ്രധാനും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ തന്നെയാണ് മാധ്യമങ്ങളോട് നടത്തുന്നത്. ഇത്തരമൊരു നീക്കം ഉണ്ടോ ഇല്ലയോ എന്നത് തങ്ങൾക്കറിയില്ല എന്ന് പറയുന്നു. അങ്ങനെ പിന്മാറുമെന്ന് കരുതുന്നില്ല എന്നതാണ് കേന്ദ്രത്തിന്റെ ഭാഗമായിട്ടുള്ളവർ പറയുന്നത്, വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥൻ പറയുന്നത്. കാരണം അത് സാധ്യമാകുന്ന കാര്യമല്ല. കേരളത്തിന് ഒറ്റയ്ക്ക് പിന്മാറുക എന്നത് സാധ്യമല്ല എന്നതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇനി കേന്ദ്രത്തിന്റെ കോർട്ടിലാണ്. കേന്ദ്രം എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും നിർണായകമാകുക. 319 കോടി ബുധനാഴ്ച നൽകാമെന്ന് പറഞ്ഞ പണം ഇതുവരെ കിട്ടുന്നില്ല എന്ന് വരുമ്പോൾ അത് കൃത്യമായും ഒരു സൂചന തന്നെയാണ്. കേന്ദ്രം ഇനി എങ്ങോട്ട് നീങ്ങുന്നു എന്നതിന്റെ സൂചകം തന്നെയാണ്. നമുക്കറിയാം പല പദ്ധതികളുമായി ബന്ധപ്പെട്ടും കേന്ദ്രം സമ്മർദ്ദം ചെലുത്തുന്നത് ഫണ്ടുകൾ തടഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ്. ഈ PM ശ്രീ പദ്ധതിയിലും അതിന്റെ ഭാഗമല്ലാത്ത SSA ഫണ്ട് തടഞ്ഞു വെച്ചുകൊണ്ടായിരുന്നു കേന്ദ്രം സമ്മർദ്ദം നടത്തിയിരുന്നത്. ഇതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി മാറിയിരിക്കുന്ന ഘട്ടത്തിൽ ഇനി ഫണ്ട് അനുവദിക്കുക എന്നത് കേന്ദ്രം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പും ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. മാത്രവുമല്ല, കേരളത്തിന് വേണ്ടി മാത്രം ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് നൽകിയാൽ മറ്റ് സംസ്ഥാനങ്ങളും ആ പാത സ്വീകരിക്കും എന്നതാണ് കേന്ദ്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന് മാത്രമായി ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് നൽകാനുള്ള സാധ്യത ചുരുക്കമാണ് എന്നാണ് മനസ്സിലാകുന്നത്. നേരത്തെ പഞ്ചാബ് ഇതുമായി ബന്ധപ്പെട്ട് ഫണ്ട് തരാത്ത സാഹചര്യത്തിൽ ആദ്യം ഒരു ഘട്ടത്തിൽ പിന്മാറിയതിനു ശേഷം വീണ്ടും PM ശ്രീയിൽ ഉൾപ്പെടുകയാണ് ചെയ്തത്. കാരണം ഫണ്ട് യാതൊരു തരത്തിലും ലഭിക്കുന്നില്ല എന്നൊരു സാഹചര്യത്തിലാണ് പഞ്ചാബിന് വീണ്ടും പദ്ധതിയുടെ ഭാഗമാകേണ്ടി വന്നത്. അപ്പോൾ കേരളത്തിന്റെ മുന്നിലും അത്തരം സാഹചര്യങ്ങളും സാധ്യതകളും തന്നെയാകും ഉണ്ടാവുക എന്നതാണ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ നിന്ന്, സോഴ്സുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും കേന്ദ്രത്തിന്റെ തീരുമാനമാകും ഇക്കാര്യത്തിൽ നിർണായകമാവുക. കേരളത്തിന് മാത്രമായി ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് കേന്ദ്രത്തിന്റെ നിലപാട്. അതേസമയം ധാരണാപത്രം ഒപ്പിട്ടേ ഉള്ളൂ, പദ്ധതി നടത്തിപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് കേരളത്തിന് വാദിക്കാനുള്ള സാഹചര്യവും സാധ്യതയും ഉണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗവുമുണ്ട്. എന്തായാലും ഇതിന്റെ നിയമവശങ്ങളൊക്കെ മനസ്സിലാക്കിയായിരിക്കും വിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഇനി മുന്നോട്ട് കൊണ്ടുപോവുക. എന്തായാലും ഫണ്ട് മേടിച്ചെടുക്കുക, അതിന് കാലതാമസം ഉണ്ടാകാതെ തന്നെ ഫണ്ട് ലഭിക്കണം എന്ന അർത്ഥത്തിൽ തന്നെയാണ് കേരളം നടപടികൾ ഊർജിതപ്പെടുത്തുന്നത്.